ഇടുക്കി വാദിക്കുടി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകുന്നു. 16-ാം വാർഡിൽ SDPI കള്ളവോട്ട് ചെയ്തെന്ന ആരോപണവുമായി CPM രംഗത്തെത്തി. 2 വോട്ടുകൾക്ക് SDPI സ്ഥാനാർത്ഥി വിജയിച്ച വാർഡിൽ ആ വോട്ടുകൾ കള്ളവോട്ടാണെന്നാണ് CPMന്റെ വാദം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CPM നേതൃത്വം. എന്നാൽ ആരോപണം നിഷേധിച്ച് SDPI രംഗത്തെത്തി. വാത്തുക്കുടി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ LDFനായി ഷക്കീലയും SDPയ്ക്കായി റംലയുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. തിരഞ്ഞെടുപ്പിൽ 312 വോട്ടിന് SDPI സ്ഥാനാർത്ഥി റംല വിജയിച്ചു. LDF സ്ഥാനാർത്ഥി നേടിയത് 310 വോട്ടുകളും. ഫലം വന്നതിന് പിന്നാലെ തന്നെ ഇരുവിഭാഗവും തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു. വരണാധികാരി ഇടപെട്ടാണ് ഇത് പരിഹരിച്ചത്. കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിൽ വോട്ട് ചെയ്ത 5 പേർ വാത്തുക്കുടി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലും വോട്ട് ചെയ്തെന്നാണ് CPM ആരോപിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷക്കീല ബഷീർ തോക്കുന്നത് 2 വോട്ടിനാണ്. അപ്പുറത്ത് SDPIയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത് 312 വോട്ട് നേടിയും LDF സ്ഥാനാർത്ഥി 310 വോട്ടും ആണ് നേടിയിട്ടുള്ളത്. അപ്പം 5 വോട്ട് ഇരട്ട വോട്ട് കള്ളവോട്ട് നേടി ചെയ്തിട്ടാണ് SDPI സ്ഥാനാർത്ഥിയുടെ വിജയിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. മാത്രമല്ല അതിനകത്ത് 2 വോട്ട് കൃത്യമായി ഞങ്ങൾ തെളിയിക്കപ്പെട്ടു ഇരട്ട വോട്ട് ചെയ്തതായിട്ട്. ഒന്ന് ഒരു സബിയ സലീം മേക്കലും സലീം ഇബ്രാഹിം മേക്കലും 2 പേര് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളി 7-ാം വാർഡിൽ അവിടെ 44-45 ക്രമ നമ്പറിൽ അവിടെ വോട്ട് ചെയ്തിരിക്കുന്നു. അതേ സഫിയയും സലീമും വാത്തുക്കുടി പഞ്ചായത്തിൽ 16-ാം ഖണ്ഡം വാർഡിൽ 866, 869 ക്രമ നമ്പറിൽ ഇവിടെയും വോട്ട് ചെയ്തു. 2 വോട്ടും അവർ ചെയ്തിട്ടുള്ളത് SDPIക്കാണ്. ഇവർ വോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് കാര്യത്തിനകത്ത്. 16-ാം വാർഡിലെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CPM. അതേസമയം ആരോപണം നിഷേധിച്ച് SDPIയും രംഗത്തെത്തി. നിലവില് വളരെ സുതാര്യമായിട്ട് സത്യസന്ധമായിട്ട് നടന്നൊരു ഇലക്ഷൻ. അത് വാത്തുക്കുടി പഞ്ചായത്തിലെ 16-ാം ഖണ്ഡം വാർഡിലെ 16-ാം ഖണ്ഡത്ത് നടന്ന ഇലക്ഷൻ. നിലവിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ നിലവിൽ കറക്റ്റായിട്ടും അനുവരും നിങ്ങൾ പറയുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് അറിയപ്പെടുന്നത് തന്നെ. നിലവിൽ നമ്മുടെ അന്വേഷണത്തോളം അങ്ങനത്തെ ഇടപെടലോ ഒരു കള്ളുവെട്ടുന്ന സംവിധാനങ്ങളോ നമ്മുടെ വാർഡിൽ നടന്നിട്ടില്ല എന്ന് വ്യക്തമായ ബോധ്യം നമുക്കുണ്ട്. ഇനിയിപ്പോൾ അത് ഉടനെ തന്നെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ അവർ നിയമപരമായി നേരിട്ടിട്ടുണ്ടെങ്കിൽ അതേ രീതി തന്നെ നിയമപരമായിട്ട് തന്നെ നേരിടാനാണ് നമ്മുടെ പാർട്ടിയുടെ തീരുമാനം. നമുക്ക് 312 വോട്ടർമാര് നമുക്ക് സത്യസന്ധമായി വോട്ട് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവരങ്ങനെയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്. ഈ ആരോപണം ഞങ്ങൾക്കറിയില്ല. അതേസമയം 2ഇടത്തും വോട്ട് ചെയ്തെന്ന് CPM പറയുന്ന സലീം ഇബ്രാഹിം ആരോപണം നിഷേധിച്ചു. വിഷയത്തെ നിയമപരമായി നേരിടുമെന്ന് SDPയും വ്യക്തമാക്കി. ജനം, ഇടുക്കി.